നമസ്കാരം, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. 2014 മാർച്ച് 8 പുലർച്ചെ 12:42 മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് MH370 കോലാലംപൂരിൽ നിന്ന് പറന്നുയർന്നു. ഈ വിമാനം ബീജിംഗിലേക്കായിരുന്നു പോകുന്നത്. വിമാനത്തിൽ 227 യാത്രക്കാർ, 10 ക്യാബിൻ ക്രൂ, 2 പൈലറ്റുമാരുമാണ് ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷാ 53 വയസ്സുള്ള മലേഷ്യൻ എയർലൈൻസിലെ ഏറ്റവും മുതിർന്ന പൈലറ്റുമാരിൽ ഒരാൾ. ഏറെ പരിചയസമ്പന്നനും വിദഗ്ധനുമായിരുന്നു. ഫസ്റ്റ് ഓഫീസർ ഫാരിഖ് ഹമീദ് 27 വയസ്സുള്ള പൈലറ്റ്. ഈ ഫ്ലൈറ്റ് അദ്ദേഹത്തിന്റെ പരിശീലന ഫ്ലൈറ്റ് ആയിരുന്നു. ഇത് പൂർത്തിയാക്കിയാൽ അദ്ദേഹം പൂർണ്ണമായും ലൈസൻസ് ഉള്ള ഒരു പൈലറ്റ് ആകുമായിരുന്നു. വിമാനം ഏകദേശം 20 മിനിറ്റ് വരെ ശരിയായ ദിശയിൽ പറന്നു. പുലർച്ചെ 1:08 വിമാനം മലേഷ്യയുടെ തീരദേശങ്ങൾ കടന്ന് ദക്ഷിണ ചൈന കടലിലേക്ക് വിയറ്റ്നാമിന്റെ ദിശയിലേക്ക് നീങ്ങി. സഹാരി റേഡിയോ വഴി റിപ്പോർട്ട് ചെയ്തു, വിമാനം 35,000 അടി ഉയരത്തിലാണ്, എല്ലാം സാധാരണ നിലയിലാണെന്ന്. 11 മിനിറ്റിന് ശേഷം വിമാനം വിയറ്റ്നാമീസ് എയർ ട്രാഫിക് കൺട്രോളിന്റെ നിയന്ത്രണത്തിലേക്ക് കടന്നു. അതുകൊണ്ട് കോലാലംപൂർ എയർ ട്രാഫിക് കൺട്രോൾ റേഡിയോയിൽ പറഞ്ഞു. ഇതിന് ക്യാപ്റ്റൻ സഹാരി മറുപടി നൽകി. എല്ലാം സാധാരണമായി തോന്നിയിരുന്നു. എന്നാൽ അതാണ് ഈ വിമാനത്തിൽ നിന്നുള്ള അവസാനത്തെ വാക്കുകൾ. ഇതിനുശേഷം വിമാനത്തിന്റെ ഒരു വിവരവും ലഭിച്ചില്ല. MH370 എന്ന വിമാനം അപ്രത്യക്ഷമായി. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ മിസ്റ്ററിയായി മാറി. Breaking news tonight: a Malaysia Airlines flight MH370 disappeared en route to Beijing. വിയറ്റ്നാമീസ് എയർ സ്പേസിലേക്ക് പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ MH370 റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. പുലർച്ചെ 1:21 കോലാലംപൂർ എയർ ട്രാഫിക് കൺട്രോളിന് ഇത് മനസ്സിലായില്ല. അവർ കരുതി വിമാനം അവരുടെ റഡാർ പരിധി വിട്ട് വിയറ്റ്നാമിന്റെ എയർ സ്പേസിലേക്ക് പ്രവേശിച്ചതായി. അതുകൊണ്ട് അതിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന് അവർ കരുതി. അതേസമയം വിയറ്റ്നാമീസ് എയർ ട്രാഫിക് കൺട്രോൾ വിമാനം അപ്രത്യക്ഷമായെന്ന് കണ്ടെത്തി. വിമാനവുമായി പുനഃസമ്പർക്കം സ്ഥാപിക്കാൻ അവർ 18 മിനിറ്റ് ശ്രമിച്ചു. സാധാരണ ഇത്തരം സാഹചര്യത്തിൽ 1 മണിക്കൂറിനുള്ളിൽ മലേഷ്യയുടെ എയറോനോട്ടിക്കൽ റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിനെ വിവരം അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അതിന് 4 മണിക്കൂർ വൈകി. പുലർച്ചെ 6:32 അടിയന്തര പ്രവർത്തനം ആരംഭിച്ചത്. ഈ സമയം വിമാനം ബൈജിംഗിൽ ഇറങ്ങേണ്ടത്. പക്ഷെ വിമാനം എത്തിയില്ല. തൽക്ഷണം തിരച്ചിൽ ആരംഭിച്ചു. മലേഷ്യയിൽ നിന്ന് ബീജിംഗിലേക്കുള്ള യാത്രാമാർഗം നോക്കുമ്പോൾ വിയറ്റ്നാം മധ്യത്തിൽ വരുന്നു. കൂടാതെ ദക്ഷിണ ചൈന കടലും ഈ മാർഗത്തിൽ വരുന്നു. അതുകൊണ്ട് തിരച്ചിൽ പ്രവർത്തനം ദക്ഷിണ ചൈന കടലിൽ തുടങ്ങി. ഇതൊരു അന്താരാഷ്ട്ര ദൗത്യമായിരുന്നു. 7 രാജ്യങ്ങളിൽ നിന്നുള്ള 34 കപ്പലുകളും 28 വിമാനങ്ങളും MH370 വിമാനം കണ്ടെത്താൻ അതേ ദിവസം രാവിലെ തിരച്ചിൽ തുടങ്ങി. പക്ഷേ വിമാനത്തിന്റെ ഒരു സൂചനയും ലഭിച്ചില്ല. 4 ദിവസം കഴിഞ്ഞ് മാർച്ച് 12 റിപ്പോർട്ട് ചെയ്തു. സിവിലിയൻ റഡാറുകളിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായെങ്കിലും ഒരു മിലിറ്ററി റഡാർ ആ വിമാനം രാത്രി സ്പോട്ട് ചെയ്തിരുന്നു. അതിലും അതിശയിപ്പിക്കുന്ന കാര്യം, വിമാനം അവസാനമായി കണ്ടത് പുലർച്ചെ 2:22 ദക്ഷിണ ചൈന കടലിലല്ല, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം മലേഷ്യയുടെ പടിഞ്ഞാറായി മലാക്കയിലായിരുന്നു. മിലിറ്ററി റഡാർ പ്രകാരം വിമാനം വടക്കോട്ട് ആൻഡമാനിലേക്കാണ് പോയത്, ബീജിംഗിന്റെ വിപരീത ദിശയിലേക്ക്. ഇത് മുഴുവൻ ലോകത്തെ ഞെട്ടിച്ചു. എവിടെ പോയി ഈ വിമാനം? ഇത് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഹിമാലയത്തിലേക്കോ കസാക്കിസ്ഥാനിലേക്കോ പോയി ക്രാഷ് ആയോ? സാറ്റലൈറ്റ് ഡാറ്റകൾ കൂടുതൽ ദിവസങ്ങൾക്ക് ശേഷം ഒരു പുതിയ തെളിവ് കണ്ടെത്തി. വിമാനം തനിയെ ഒരു സാറ്റലൈറ്റുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഇത് സാധാരണമാണ്. വലിയ വിമാനങ്ങൾ, ഉദാഹരണത്തിന് ബോയിങ് 777 പോലുള്ള വിമാനങ്ങൾ പല സമയം സാറ്റലൈറ്റുമായി ഓട്ടോമാറ്റിക്കായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പൊതുവായി ഫോൺ വൈഫൈ കണക്ഷനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് പോലെയാണ്. പ്രശ്നം അതല്ല. വിമാന കണക്ഷൻ സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും തൊട്ടടുത്തുള്ള ലൊക്കേഷനെ കുറിച്ചുള്ള ഡാറ്റ കൈമാറിയില്ല. പക്ഷേ ഇങ്ങനെ കണക്ഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ സാറ്റലൈറ്റിന്റെ ആന്റിന ഫ്ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് തിരിയും. ഇങ്ങനെ സാറ്റലൈറ്റ് അതിന്റെ ആന്റിന തിരിച്ച ദിശ ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചു ഫ്ലൈറ്റിന്റെ ഏകദേശ ലൊക്കേഷൻ കണക്കാക്കി. ഇവരുടെ കണക്കുകൾ പ്രകാരം വിമാനം ഈ വെള്ളവൃത്തത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം. 7 തവണ വിമാനം സാറ്റലൈറ്റുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഇവയെ സാറ്റലൈറ്റ് ഹാൻഡ്ഷേക്കുകൾ എന്ന് പറയുന്നു. 7ാമത്തെ ഹാൻഡ്ഷേക്കാണ് അവസാനമായി വിമാനം ബന്ധപ്പെടാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് അതിന് 7 വൃത്തങ്ങൾ കാണുന്നത്. അവസാന വൃത്തമാണ് ഊഹിച്ച ഏകദേശ ലൊക്കേഷൻ. 7th ആർക്ക് വിമാനം തകർന്നതായി കരുതുന്ന സ്ഥലം ശാസ്ത്രജ്ഞർ വീണ്ടും കണക്ക് കൂട്ടിയപ്പോൾ വിമാനത്തിന്റെ സ്പീഡ്, ഫ്യൂയൽ, സമയം മുതലായവ കണക്കിലാക്കി 7th ആർക്ക് എന്നറിയപ്പെടുന്ന ചുവന്ന വളയം നിർമ്മിച്ചു. ഇത് ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറായി 2000 കിലോമീറ്റർ അകലെയാണ്. ഇത് വളരെയധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സമുദ്രഭാഗമാണ്. ഈ പ്രദേശം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിൽ നടത്തിയ ഏരിയയായി മാറി.
ഓസ്ട്രേലിയയും മലേഷ്യയും ചൈനയും ചേർന്ന് നിരവധി മാസങ്ങളോളം തിരച്ചിൽ നടത്തി. പക്ഷേ വിഫലമായി. ഫ്ലൈറ്റിനെ പറ്റിയുള്ള ഒരു വിവരങ്ങളും കണ്ടെത്താനായില്ല. 3 വർഷത്തിന് ശേഷം, അതും $160 മില്യൺ തിരച്ചിലിനായി ചിലവാക്കിയതിനു ശേഷം യാതൊരു വിവരങ്ങളും കിട്ടാതെ ഈ തിരച്ചിൽ അവർ നിർത്തി. പക്ഷേ ഈ സമയം ഒരു ചെറിയ ആശ്വാസ വാർത്തയുണ്ടായി. 2015 ജൂലൈ വിമാനത്തിന്റെ ആദ്യ ഭാഗം കണ്ടെത്തി. ഇത് റീയൂണിയൻ ദ്വീപിലാണ് കണ്ടെത്തിയത്, മഡഗാസ്കറിന്റെ കീഴായി. ഒരു ഫ്ലാപ്രോൺ വിമാനം പറക്കുന്ന സമയം ഉപയോഗിക്കുന്ന ഭാഗം റീയൂണിയൻ ഐലൻഡിന്റെ തീരത്തടിഞ്ഞു. ചിത്രങ്ങളിൽ കാണുന്നത് പോലെ വിമാനത്തിന്റെ തകർന്ന ഭാഗമാണിത്. ഇതിനുശേഷം 2018 ഓഷൻ ഇൻഫിനിറ്റി എന്ന അമേരിക്കൻ കമ്പനി മലേഷ്യൻ സർക്കാരുമായി ഫ്ലൈറ്റ് കണ്ടെത്തുന്നതിനായി പുതിയ കരാറിൽ ഒപ്പിട്ടു. വിമാനം കണ്ടെത്താനായില്ലെങ്കിൽ അവർ പണം വാങ്ങില്ല. നോ ഫൈൻഡ് നോ ഫീ എന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. അവർക്ക് ആധുനിക അണ്ടർ വാട്ടർ ഡ്രോണുകളും ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. അവർ 7th ആർക്ക് പ്രദേശം വീണ്ടും തിരച്ചിൽ ചെയ്തു. ഇവിടെ സമുദ്രത്തിനടിയിൽ നിരവധി പർവ്വതങ്ങളും അണ്ടർ വാട്ടർ വോൾക്കാനകളും ഉണ്ടെന്ന് കണ്ടെത്തി. മാസങ്ങളോളമുള്ള തിരച്ചിലും അവർക്ക് ഒരു തെളിവ് ലഭിച്ചില്ല. ഈ തിരച്ചിലും പരാജയപ്പെട്ടതായെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ മലേഷ്യൻ ഗവൺമെന്റ് 3ാമത്തെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. പൈലറ്റും യാത്രക്കാരും സംശയത്തിൽ. പുതിയ അന്വേഷണത്തിൽ വിമാനത്തിലെ യാത്രക്കാരുടെയും പൈലറ്റുമാരുടെയും പശ്ചാത്തലം പരിശോധിച്ചു. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടതാണോ? ആരെങ്കിലും വിമാനം തിരിച്ചുവിട്ടതാണോ? അവസാനം 3 പ്രധാന തിയറികൾ മുന്നോട്ട് വെച്ചു. തിയറി 1, ക്യാപ്റ്റൻ സഹാരി ഷായുടെ ആസൂത്രിത പ്ലാൻ. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, ക്യാപ്റ്റൻ സഹാരി ഏവിയേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മനഃപൂർവ്വം ഓഫാക്കി അതിനുശേഷം സമുദ്രത്തിലേക്ക് ക്രാഷ് ചെയ്തു. പക്ഷേ എന്തിനു വേണ്ടി? ആത്മഹത്യ, മാനസിക സമ്മർദ്ദം, ആത്മരോക്ഷം എന്നൊക്കെ ആരോപിക്കപ്പെട്ടു. സഹാരിയുടെ വീട്ടിൽ ഫ്ലൈറ്റ് സ്റ്റിമുലേറ്റർ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം MH370 പോലുള്ള ഒരു റൂട്ടിൽ പരിശീലനം നടത്തുന്നതായി കണ്ടെത്തി. ഇതെല്ലാം കണ്ടപ്പോൾ എല്ലാവർക്കും തീർച്ചയായും അദ്ദേഹമാണ് വില്ലൻ എന്ന് തോന്നിയേക്കാം. പക്ഷേ അധികൃതർ ഈ തിയറി തള്ളിക്കളഞ്ഞു. സഹാരി വളരെ സീനിയറായ, എല്ലാവരും ബഹുമാനിക്കപ്പെട്ട പൈലറ്റ് ആയിരുന്നു. കുടുംബ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാനസിക രോഗങ്ങളില്ല. ആത്മഹത്യ ചെയ്യുമെന്ന സൂചന പോലും ഉണ്ടായിരുന്നില്ല. ഇതിനാൽ ഈ തിയറിക്ക് പരിമിതമായ വിശ്വാസ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിയറി 2, വിമാനം ഹൈജാക്ക് ചെയ്തു. ഹൈജാക്ക് തിയറിയിൽ ഇറാനിലെ 2 പൗരന്മാർ സംശയത്തിന്റെ നിഴലിലെത്തിയിരുന്നു. അവർ മോഷ്ടിച്ച ഫേക്ക് പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്തിരുന്നു. ഒരാൾക്ക് ഇറ്റാലിയൻ പാസ്പോർട്ടും മറ്റൊരാൾക്ക് ഓസ്ട്രേലിയൻ പാസ്പോർട്ടും. ഇവർ യൂറോപ്പിലേക്ക് കുടിയേറാൻ ശ്രമിച്ചവരായിരുന്നു എന്ന് തെളിഞ്ഞു. അന്താരാഷ്ട്ര ക്രൈം ഏജൻസി പോലും പറഞ്ഞു അവർ ഭീകരവാദികളല്ല. ഫേക്ക് പാസ്പോർട്ട് യാത്ര ചെയ്യുക മാത്രമാണ് അവർ ചെയ്തത്. ഇതിനാൽ തിയറി 2 ഹൈജാക്ക് തള്ളിക്കളഞ്ഞു. തിയറി 3, ഓക്സിജൻ അഭാവം മൂലം ബോധനഷ്ടം. ഈ തിയറിയിലാണ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടത്. ഫ്ലൈറ്റിനകത്ത് ഒരു മാൽ ഫംഗ്ഷൻ കാരണം ക്യാപ്റ്റനും ക്രൂവും അടക്കം എല്ലാവർക്കും ഓക്സിജൻ കുറവായി. അവർക്കെല്ലാം ബോധം നഷ്ടമായി. തുടർന്ന് വിമാനം ഓട്ടോ പൈലറ്റിൽ മുന്നോട്ട് പറന്നു. ഫ്യൂവൽ തീർന്നപ്പോൾ വിമാനം സമുദ്രത്തിലേക്ക് തകർന്നു. ഇതെങ്ങനെ സംഭവിച്ചു? കൺട്രോൾ റൂമിൽ തീപിടുത്തം, ടെക്നിക്കൽ ഫെയിലിയർ, കണക്ഷൻ നഷ്ടം എന്നിങ്ങനെ നിരവധി സാധ്യതകൾ. വിമാനം വിയറ്റ്നാം സ്പേസിലേക്ക് കയറിയപ്പോൾ പൈലറ്റുകൾ പ്രശ്നം കണ്ടു. അപ്പോൾ വിമാനം മലേഷ്യയിലേക്ക് തിരിച്ചു. പക്ഷേ പിന്നെ ഒരു അപകടം സംഭവിച്ചു. ഓക്സിജൻ അഭാവം ഉണ്ടായി. എല്ലാവരും ബോധം കെട്ടു. വിമാനം ഓട്ടോ പൈലറ്റിൽ മുന്നോട്ട് പോയി. അവസാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു. ഈ ദുരന്തത്തെ ചുറ്റിപ്പറ്റി നിരവധി അസാധാരണമായ തിയറികൾ പുറത്തു വന്നു. ഏലിയനുകൾ വിമാനം അദൃശ്യമാക്കി. അമേരിക്കൻ സൈന്യം വിമാനം തകർത്തു. റഷ്യൻ പ്രസിഡന്റ് പുടിന് ഇതിന്റെ സ്ഥാനം അറിയാം. ഒരു പുതിയ ബർമുഡ ട്രയാങ്കിൾ രൂപപ്പെട്ടു. ഇവയെല്ലാം കൽപ്പനാപരമായതും ശാസ്ത്രീയമായ തെളിവുകളില്ലാത്തതുമായ തിയറികളാണ്. 2002 ഒരു പഴയ എയറോസ്പേസ് എഞ്ചിനീയറായ റിച്ചാർഡ് ഗോഡ്ഫ്രി ഈ രഹസ്യത്തിന്റെ ചുരുളഴിച്ചതായി, വിമാനത്തിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയതായി അവകാശപ്പെട്ടു. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം കണക്കുകൾ നടത്തിയത് എന്ന് പറഞ്ഞു. ഇൻമാർസാറ്റ് സാറ്റലൈറ്റ് ഡാറ്റ, ബോയിങ് കമ്പനിയുടെയും ഓസ്ട്രേലിയൻ സമുദ്ര ശാസ്ത്രജ്ഞരുടെയും കണക്കുകൾ, WSPR നെറ്റ് എന്ന അമേച്ചർ റേഡിയോ സാങ്കേതിക വിദ്യ എന്നിവയുടെ സംയോജനമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. Richard Godfrey combined data from British Inmarsat satellites, figures from Boeing, Australian oceanographers, and new WhisperNet amateur radio wave technology. I've been tracking back through the data, and out of that tracking MH370, I'm sure they will be able to find the aircraft. അദ്ദേഹത്തിന്റെ കണക്കുകൾ പ്രകാരം MH370 ഇപ്പോഴും 7th ആർക്കിൽ തന്നെയാണ്, കൃത്യമായ സ്ഥാനത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 4 കിലോമീറ്റർ താഴ്ചയിൽ. ഓസ്ട്രേലിയ നടത്തിയ ഏറ്റവും വലിയ തിരച്ചിലിൽ ഈ സ്ഥലം തിരഞ്ഞതായി അവകാശപ്പെട്ടെങ്കിലും അവരത് കൃത്യമായി പരിശോധിച്ചില്ലെന്ന് റിച്ചാർഡ് വിശ്വസിക്കുന്നു.
ഓഷ്യൻ ഇൻഫിനിറ്റി നടത്തിയ രണ്ടാം തിരച്ചിലിൽ ഈ പ്രത്യേക പോയിന്റിൽ തിരഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത്. അവരുടെ ഉപകരണങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ആഴത്തിൽ പരിശോധനയ്ക്കുള്ളതുമായിരുന്നു. റിച്ചാർഡ് ഗോഡ്ഫ്രീ അവകാശപ്പെടുന്നത് 40 നോട്ടിക്കൽ മൈൽ റേഡിയസ് ഉള്ള പ്രദേശം കൃത്യമായി തിരഞ്ഞാൽ വിമാനം കണ്ടെത്താൻ കഴിയും. ഇത് മുമ്പ് നടത്തിയ തിരച്ചിൽ പ്രവർത്തനങ്ങളെ അപേക്ഷിച്ച് ചെറിയ പ്രദേശമാണ്. 1 വർഷത്തിനുള്ളിൽ ഈ തിരച്ചിൽ നടത്തി വിമാനം അവിടെയുണ്ട് എന്ന് വ്യക്തമാക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ഇന്ന് വരെ MH370 എന്ന വിമാനം ലോകത്തിലെ ഏറ്റവും വലിയ വിമാന ദുരന്ത രഹസ്യമായി തുടരുന്നു. 227 യാത്രക്കാരുടെയും ജീവനക്കാരുടെയും വീട്ടുകാരും ബന്ധുക്കളും ഇപ്പോഴും ഉത്തരം കാത്തിരിക്കുന്നു. ഭാവിയിൽ സാങ്കേതിക വിദ്യ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആകുമ്പോൾ MH370യുടെ പിന്നിലുള്ള നിഗൂഢത തെളിയിക്കാനാകുമെന്ന വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഐശ്വര്യ സൈനിങ് ഓഫ്.